അടുത്ത ഡെസ്റ്റിനേഷനിൽ എത്തിയിരിക്കുകയാണ് മെഡോസില്. അങ്ങനെ ഞങ്ങളുടെ 200 രൂപ നല്ല ഹൈറ്റ് പോയിട്ടുണ്ട്, അത് കാണാൻ പോലും പറ്റുന്നില്ല. നമുക്ക് ഇവിടേക്ക് എൻട്രി വരുന്നത് 10 രൂപയാണ്. കടലിനക്കരെ പോണോറെ കാണാപ്പൊന്നിന് കഴിയുമ്പോഴത്തേക്ക് ഭയങ്കര രസമായിരിക്കും. എൻജോയ് ചെയ്യാനും പറ്റിയ നല്ലൊരു സ്പോട്ടാണ് വാഗമണിലെ ലേക്ക് വ്യൂ. നമ്മൾ ആ കൊച്ചു പാലം ക്രോസ് ചെയ്ത് ആ പറഞ്ഞ വീടിന്റെ ഫ്രണ്ടിൽ എത്തിയിരിക്കുകയാണ്. നല്ല ക്യൂട്ടായിട്ടുണ്ട് കേട്ടോ ഈ വീട്. കയറിയിരിക്കാം, നോക്കട്ടെ. പാർക്കിനോട് വിട പറഞ്ഞിട്ട് നമ്മളിപ്പം നമ്മുടെ അടുത്ത ഡെസ്റ്റിനേഷനിൽ എത്തിയിരിക്കുകയാണ് മെഡോസില്. മെഡോസിൽ മെയിൻ ആയിട്ട് അവിടെ ആക്ടിവിറ്റി പറത്താനായിട്ടാണ്. അപ്പൊ ആദ്യം തന്നെ നമ്മള് അവിടെ കുറെ കടകൾ ഉള്ളതിനകത്ത് നമ്മള് കയറ്റ് വാങ്ങി കഴിച്ചിന് ഉദ്ദേശിച്ച പോലെയുള്ള അത്യാവശ്യം റേറ്റ് വരുന്നുണ്ട് കേട്ടോ. 100, 150, 200 രൂപയ്ക്കാണ് നമുക്ക് പട്ടം കിട്ടുന്നത്. അപ്പം 100 രൂപയ്ക്ക് പിള്ളേരുടെ ചെറിയ പട്ടം കിട്ടും. പിന്നെ ഇത് 200 രൂപയുടെ പട്ടമാണ്. അപ്പം ഞാൻ ഫസ്റ്റ് ടൈമാണ് സ്വന്തമായിട്ട് തന്നെത്താനെ പട്ടം പറപ്പിക്കാൻ പോകുന്നത്. എന്നാണേലും 100% ഉറപ്പാണ് ഇത് ഫ്ലോപ്പ് ആവുന്ന കാര്യം. അത് നൂല് പോയി. നമ്മുടെ ഫസ്റ്റ് ഫ്ലൈ എന്നാണേലും ഫ്ലോപ്പായി. ഇനി ഞാനേ നെക്സ്റ്റ് ട്രൈ ഒന്ന് നോക്കട്ടെ. ഇതിപ്പോൾ ആ കാറ്റ് വരുന്നില്ലല്ലോ. നമുക്കവിടെ ആക്ച്വലി ഞങ്ങൾ കയറിയിരുന്ന ആ മൊട്ടക്കുന്നിൽ പോസ്റ്റായിട്ട് അവർ വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ പോസ്റ്റിൻ്റെ അത് തടസ്സമുള്ളതുകൊണ്ട് നമുക്ക് സ്മൂത്തായിട്ട് അങ്ങ് പറപ്പിക്കാൻ പറ്റിയില്ല. ഇനിയിപ്പോൾ അതിനെ പറഞ്ഞാൽ മതിയല്ലോ അല്ലേ. അപ്പം ഞാനേ പറപ്പിച്ച് വിടാൻ പോവാണ് കേട്ടോ. ഇതില്ലേ നല്ല കാറ്റുണ്ട്. ഇവന് പൊങ്ങി കേറുന്നില്ലല്ലോ അവന്. നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ അതങ്ങ് പൊങ്ങണമെന്നില്ല. ഇത് അത്യാവശ്യം നല്ല ഹൈറ്റിൽ പോയിട്ടുണ്ട്. ഇപ്പോൾ ഇത് കുത്തിനെ താഴെ വീണു. ഹൈറ്റ് പോണുണ്ട്. ഇത് ഒരു റെസിസ്റ്റൻസ് വരുന്ന സമയത്ത് നമ്മൾ ഒന്ന് വലിച്ചു പിടിക്കുമ്പോഴത്തേക്കാണ് അത് വീണ്ടും വീണ്ടും ഹൈറ്റിലേക്ക് പോകുന്നത്. അപ്പം അതിൻ്റെ എക്സാക്ട് ടെക്നിക്കും അതിൻ്റെ സ്കില്ലും ഒക്കെ അറിയാവുന്നവർക്ക് കുറച്ചുകൂടെ നല്ല രീതിയിൽ പറപ്പിക്കാൻ പറ്റും. ഇപ്പം നമ്മൾ അത്യാവശ്യം നല്ല ഹൈറ്റിൽ പോയിട്ടുണ്ട് കേട്ടോ. നല്ല രസമുണ്ട്. അത് നല്ല ഹൈറ്റിൽ പോയിട്ടുണ്ട്. വാ സൂപ്പർ. നല്ല ലെങ്ത് ഉണ്ടല്ലേ. എനിക്ക് മുകളിലേക്ക് നോക്കാൻ പറ്റുന്നില്ല. അത്യാവശ്യം നല്ല ഇതാണ്. വെയിലടിക്കുന്നുണ്ട്. കറക്റ്റ് നമുക്ക് മുഖത്തേക്കാണ് വെയിലടിക്കുന്നത്, കണ്ണിലേക്ക്. പക്ഷേ അയ്യോ, ഇതിപ്പോ നോക്കിക്കഴിഞ്ഞാലേ ഈഗിള് പറക്കുന്ന കണക്കുണ്ട്. ഏറ്റവും മുകളില് ഈഗിള് പറക്കുന്ന പോലെ തോന്നുന്നുണ്ട്. നല്ല ഹൈറ്റ് പോയിട്ടുണ്ട്, അത് കാണാൻ പോലും പറ്റുന്നില്ല. ഇപ്പൊ പൊട്ടായിട്ടുണ്ട്. അയ്യോ എന്റെ അമ്മേ, എനിക്ക് അയ്യോ അത് അടിപൊളിയായി. എന്റെ അമ്മേ, എനിക്ക് മുകളിലേക്ക് നോക്കാൻ പറ്റുന്നില്ല. അതെങ്ങനെ? അതെ കുടുങ്ങി. രണ്ടും കൂടെ കുടുങ്ങി. അതൊന്ന് പിടിച്ചടാ. ഏത് പിടിക്കണ്ടേ? അല്ല, അവിടെ ചേട്ടായിടെ. ഇനി ഇത്രയും ഹൈറ്റിൽ പോവോ? പോയി. മറ്റേത് നല്ല ഡിസ്റ്റൻസ് പോയിട്ടുണ്ട് കേട്ടോ. ഇത് കുടുങ്ങി. ഇതില്ലേ ശരിക്കും ഒരു ഈഗിളെ മേളിക്കൂടെ വട്ട ഇട്ട് പറക്കുന്ന പോലെയാന്ന് തോന്നുന്നേ. അതിന്റെ നൂല് ഇനിയും പോവാനുണ്ട്. ഇനിയും ഇത്രയും നൂല് തന്നെ പോവാനുണ്ട്. ശക്തിയിൽ കാറ്റും അടിക്കുന്നുണ്ട്. അതുകൊണ്ട് കൂടിയാണ് ഇപ്പൊ ഈ പട്ടം നല്ല ഹൈറ്റിൽ പോയിട്ടുള്ളത്. അപ്പൊ അതിന്റെ കൂടെ 2 പട്ടം അടുപ്പിച്ച് പറപ്പിക്കുന്ന സമയത്ത് കുടുങ്ങി പോകാനുള്ള ചാൻസ് ഉണ്ട്. ഇതിപ്പോ എത്ര ലെങ്ത് ഉണ്ട് ഈ നൂലിന് അറിയത്തില്ല. പക്ഷെ ഓൾമോസ്റ്റ് ഒരു 1/4 ഭാഗം നമ്മൾ നൂലിപ്പോൾ റിലീസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇത് സ്റ്റിൽ ഹൈറ്റിലേക്ക്, നല്ല ഹൈറ്റിലേക്കാണ് പൊക്കോണ്ടിരിക്കുന്നത്.
ഇത് ഭയങ്കര എക്സൈറ്റിംഗ് ആണ് കേട്ടോ. ഇത് ഭയങ്കര എക്സൈറ്റിംഗ് ആണ്. പയ്യെ താഴുന്നുണ്ട്. ഇതിനിപ്പോ അവിടെ താഴേക്ക് വീഴാനാണോ എന്ന് അറിഞ്ഞൂടാ. അതിന് വീണ്ടും എന്നാണേലും അത് തിരിച്ച് പൊങ്ങി വരും. ഇത് റിട്ടേൺ തിരിച്ച് വലിച്ചോണ്ടിരിക്കുക, മുകളിലേക്ക് പൊക്കിക്കൊണ്ടിരിക്കുക. അപ്പൊ അത് ഇപ്പൊ ചെരിഞ്ഞ് താഴേക്കാണ് അത് പൊക്കോണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മള് തിരിച്ചത് വലിക്കുന്ന സമയത്ത് അത് നല്ല ഹൈറ്റിൽ കിട്ടിയിട്ട് പിന്നെ ആ ഹൈറ്റിൽ നമുക്ക് വീണ്ടും ലെങ്തിൽ വീണ്ടും ഫെർദർ ആ ഹൈറ്റിലേക്ക് കൊണ്ടുപോകാനായിട്ട് പറ്റും. അപ്പോൾ ഇപ്പം അത് ചെരിഞ്ഞ് കിടക്കുന്നതുകൊണ്ട് നമുക്ക് ആ ഒരു ഫീല് കിട്ടത്തില്ല. ഇപ്പം അങ്ങനെ ചെരിഞ്ഞ് കിടക്കുകയാണെന്നുണ്ടെങ്കിൽ കൂടുതൽ അത് താഴേക്ക് വീഴാനുള്ള ചാൻസാണ് കൂടുതലുള്ളത്. അപ്പോൾ നമുക്ക് മാക്സിമം അത് നല്ല ഹൈറ്റിൽ വേണം, തന്നെയല്ല അത് നമുക്ക് കൺട്രോളിലൊക്കെ കൂടെ കിട്ടിക്കഴിയുമ്പോഴും കാറ്റും അതെല്ലാം അനുകൂലമായിട്ട് കിട്ടിക്കഴിയുമ്പോഴത്തേക്കാണ് നമുക്ക് ഫുൾ റോപ്പ് റിലീസാക്കി നല്ല ഹൈറ്റിൽ എത്തിക്കാൻ പറ്റുള്ളൂ. ഇപ്പം ഹൈറ്റിൽ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്കത് സ്മൂത്ത് ആക്കിയിട്ട് പട്ടണം പയ്യെ അതിൻ്റെ നൂല് റിലീസ് ചെയ്ത് കൊടുത്താൽ മതി. പക്ഷേ ഇപ്പം നമുക്ക് ഒരിക്കലും ഒരു പോയിന്റിലേക്ക് എത്താനാണ് കുറച്ച് ബുദ്ധിമുട്ട് വരും. ഇപ്പോൾ ഇത് നല്ല ഹൈറ്റിൽ പോയിട്ടുണ്ട്. ഈ രണ്ട് പട്ടത്തിൻ്റെ വലിപ്പ വ്യത്യാസം നോക്കിയാൽ തന്നെ അറിയാം. ഇപ്പം നമ്മൾ വാങ്ങിച്ചിരുന്ന 200 രൂപയുടെ പട്ടം എക്സാക്ട്ലി ആക്ച്വലി ഇതിനെക്കാട്ടിലും ഇരട്ടി വലിപ്പം വരുന്ന പട്ടമായിരുന്നു. അതിപ്പോൾ നമ്മൾ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിപ്പോൾ ഏതാണ്ട് ഒരു ഉറുമ്പിൻ്റെ സൈസിൽ വരെ ആയിട്ടുണ്ട്. അത് ഇപ്പം നമ്മുടെ ചെറിയ പട്ടം ഇപ്പോൾ നല്ല വലിപ്പത്തിൽ കാണുന്നത്. അപ്പം നമുക്ക് ആ ഒരു ഹൈറ്റ് ഡിഫറൻസിൽ അല്ലെങ്കിൽ ആ ഒരു വലിപ്പ വ്യത്യാസത്തിൽ നമുക്ക് എത്രയധികം ഹൈറ്റിൽ അത് പോയിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പോൾ ഞാൻ കുറച്ച് നേരം വലിക്കാതെ ഇപ്പോൾ ഇത് വലിച്ചു കഴിയുമ്പോൾ ഇത് ഭയങ്കര ബലമുണ്ട് കേട്ടോ. ഇത് താഴെ വീണു അതെന്നെ തീരാനായപ്പോഴല്ലേ എന്റെ തന്നത്. അതുകൊണ്ടാ അത് കൺട്രോൾ പോയ സമയത്ത് നേരെ എന്റെ തന്നു കഴിഞ്ഞാൽ പിന്നെ പോയത് എന്റെ എന്ന് പറഞ്ഞാ പോരെ. കണ്ടോ, ഇതാണ് അങ്ങനെ വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആണ് കേട്ടോ ഈ പട്ടം പറപ്പിക്കാന്ന് വെച്ചാല്. സൂപ്പറാണ്. ഇപ്പം നമ്മുടെ പട്ട താഴെ വീണു. അങ്ങനെ ഞങ്ങളുടെ 200 രൂപ വെള്ളത്തിലായി. ഞങ്ങൾക്ക് കൊതി തീരെ ഒന്നും പറപ്പിക്കാൻ പോലും പറ്റിയില്ല. ഞങ്ങൾ പറത്തി അവസാനം അത് ചെറിയൊരു പോയിന്റ് പോലെ നല്ല കിലോമീറ്ററോളം പോയിട്ടുണ്ടാവും. അപ്പോൾ എന്നാലും നല്ല ഹൈറ്റിൽ പോയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതിൻ്റെ ഇടയ്ക്ക് ഒന്ന് എനിക്ക് ട്രാൻസ്ഫർ ചെയ്ത് ഞാനൊന്ന് പിടിച്ച് അതിനെന്താണ്ടൊക്കെ അതിൻ്റെ കാറ്റിൻ്റെ ദിശയൊക്കെ മാറി. അത് പിന്നെ എൻ്റെ ഈഗിൾ അപ്പോഴത്തേക്കും തളർന്ന് താഴെ വീണ് ചിറകൊടിഞ്ഞ് ഞങ്ങൾ പോയി എടുക്കാൻ നോക്കിയപ്പോൾ അതൊരു കുറ്റിക്കാട്ടി കിടക്കുമായിരുന്നു. വലിച്ച് ദൂരേന്ന് അങ്ങോട്ട് കയറാൻ പറ്റത്തില്ലായിരുന്നു. പക്ഷേ ഞങ്ങൾ ദൂരേന്ന് നല്ല വലിച്ച സാധനം അവസാനം കിട്ടി. പക്ഷേ എന്നെ പറയാൻ അതിൻ്റെ ചിറകിനുള്ള കമ്പി ഒടിഞ്ഞു പോയി. അപ്പോൾ ഇതിന് വീണ്ടും പറപ്പിക്കാൻ പറ്റത്തില്ല. തന്നെയല്ല അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങളുടെ നൂലിനകത്ത് കുറേ അധികം കുടുക്കും വീണു. അങ്ങനെ ലാസ്റ്റ് കുഞ്ഞിൻ്റെ പട്ടം ഞങ്ങളങ്ങ് കൈവശെടുത്തു. ശരിക്കും പറഞ്ഞാലേ ഒരു ചെറിയ പട്ടം വാങ്ങിച്ചാൽ മതിയായിരുന്നു ഞങ്ങൾക്ക്. അയ്യോ അത് പോയി. ഇതന്നെ എൻ്റെ കൈ വരുമ്പോൾ മാത്രം ഇതിനൊരു പ്രശ്നം. ഇത് അത്യാവശ്യം ഹൈറ്റിൽ വെക്കുന്നുണ്ട് കേട്ടോ. എനിക്കിപ്പോൾ ഒരു കൂളിംഗ് ഗ്ലാസ് ഉള്ളത്. പിന്നെ ഞാനിപ്പോൾ നേരെ സൂര്യനിലേക്കാണ് നോക്കുന്നതെങ്കിൽ പോലും എനിക്ക് അതിൻ്റെ ഒരു എഫക്റ്റ് എനിക്ക് പട്ട ശരിക്കും കാണാൻ പറ്റും. എനിക്ക് പറത്താനും പറ്റും. ഇതുപോലെ നിങ്ങൾ പട്ടമൊക്കെ പറപ്പിക്കാനായിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഒരു കൂളിംഗ് ഗ്ലാസും കൂടെ കൈ കരുതുകയാണെന്നുണ്ടെങ്കിൽ ബെറ്റർ ആയിരിക്കും. പ്ലെയിൻ ആയിട്ടുള്ള ഏരിയ കിട്ടുമല്ലോ എന്ന് വെച്ചിട്ടായിരുന്നു ഞങ്ങൾ അപ്പുറത്തെ മൊട്ടക്കുന്നിലേക്ക് പോയത്. ഇവിടെ നിന്ന് നോക്കിയപ്പോൾ പ്ലെയിനായിട്ട് കണ്ട മൊട്ടക്കുന്നിലേക്ക് പോയത്. പക്ഷെ പണിപാളി ഗായ്സ് അവിടെയാണെങ്കിൽ അതിൻ്റെ അപ്പുറത്ത് നേരെ കാടായതുകൊണ്ട് ഈ പട്ട നേരെ താന്ന് വീണത് കാടിൻ്റെ ആ ഒരു വലിയ കൈതയുടെയൊക്കെ ഇടയ്ക്കോട്ടാണ് അത് വന്ന് വീണത്. അപ്പം മേളിൽ നിന്ന് വലിച്ചപ്പോഴത്തേക്കും അത് എന്നാണേലും നമുക്ക് അതിനെ സേവ് ചെയ്യാൻ പറ്റിയില്ല. സാധനം കിട്ടിയെന്നേ ഉള്ളൂ. അതിന് കുറച്ച് ഫ്രാക്ചറൊക്കെ ആയിട്ടേ. അപ്പോൾ നല്ല രസമുണ്ട്. മൊട്ടക്കുന്നി വരുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്നാണേലും ഒരു പട്ടം പറത്തി ട്രൈ ചെയ്യണം. അടിപൊളിയാണ്. അപ്പോൾ ഇത് എന്നാണെങ്കിലും നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. അത് പോയി താഴെ വീണു. അങ്ങനെ പട്ടം പറത്താനുള്ള കൊതിയും തീർന്നു. അങ്ങനെ നമ്മുടെ ട്രിപ്പ് ഇപ്പം ഏകദേശം സെക്കൻഡ് ഡേയുടെ പകുതി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഫുഡ് കഴിക്കണം. ഇനി ഫർദർ എൻജോയ്മെൻ്റ് ഒക്കെ ആയിട്ട് നമുക്ക് കാണാം. വാഗമൺ ടീയിലേക്ക് ബോട്ടിംഗ് സെൻറ്ററിൻ്റെ പോണ വഴിക്ക് കാറ് പാർക്ക് ചെയ്തിട്ട് അങ്ങോട്ട് കിടക്കുന്ന വഴിക്ക് ഞങ്ങൾക്ക് നല്ലൊരു സ്പോട്ട് ഇവിടെ കിട്ടിയിട്ടുണ്ട്. പഴയ ട്രാക്ടറാണ്. ഒന്ന് കയറി ഇരിക്കാം, നോക്കട്ടെ. നമുക്ക്
പഴയ കാലത്തിന്റെ ഓർമ്മകളിലേക്കൊക്കെ കടന്നു ചെല്ലുന്ന ഒരു ഫീലിംഗ് ആണ് കേട്ടോ. നല്ല രസമുണ്ട് ഇതിനകത്തിരിക്കാനായിട്ട്. ഇതേപോലെ ഇതിനുള്ളിൽ കയറിയും ഇതിന്റെ സൈഡിൽ നിന്നുമൊക്കെ നല്ല അടിപൊളി ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാൻ പറ്റും. അങ്ങനെ നമ്മളിനി നേരെ നമ്മുടെ ബോട്ടിങ്ങിലേക്ക് പോവാണ്. ഇപ്പം സമയം 4:30 ആയിരിക്കണം. ഞങ്ങള് വാഗമൺ ടീ ലേക്ക് ബോട്ടിംഗ് സെന്ററിൽ എത്തിയിട്ടുണ്ട്. അപ്പൊ നമ്മള് സ്വന്തമായിട്ട് തുഴഞ്ഞ് മുന്നോട്ട് പോകേണ്ട ബോട്ടിലാണ് നമ്മള് കയറിയിരിക്കുന്നത്. അപ്പം വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. അങ്ങനെ നല്ല തേയിലത്തോട്ടം, ഈ പേര് വരുന്നത് തന്നെ അതിന്റെ ചുറ്റും അങ്ങോട്ടും ഇങ്ങോട്ടും ബോർഡർ ലൈനിൽ ചുറ്റും വരുന്നത് തേയിലത്തോട്ടം, ചെറിയ കുളിർ കാറ്റും ചെറിയ തണുപ്പും ഒക്കെ ആയിട്ട് നല്ല കൂളായിട്ടുള്ള അറ്റ്മോസ്ഫിയർ ആണ് കേട്ടോ ഇവിടെ. അങ്ങനെ നമ്മുടെ ലേക്കിലൂടെ നമ്മൾ വഞ്ചി തുഴഞ്ഞ് ഏകദേശം ഒരു ട്രാക്കിൽ എത്തിയിട്ടുണ്ട്. തുടക്കത്തിൽ നമ്മൾ ആകെപ്പാടെ ഒരു കൺഫ്യൂസ്ഡ് ആയിരുന്നു. ഇത് തിരിച്ച് റൊട്ടേറ്റ് ചെയ്ത് വന്ന് നമുക്ക് ഉദ്ദേശിക്കുന്ന റൂട്ടിൽ പോകണമെങ്കിൽ കുറച്ച് കൺഫ്യൂസിങ് ആണ്. നമുക്ക് ഉദ്ദേശിക്കുന്ന ഒരു ട്രാക്കിൽ ഒരു ട്രാക്കിൽ നമുക്ക് ബോട്ട് പോയി തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ സെയിം ഡയറക്ഷനിൽ തന്നെ തുഴഞ്ഞ് വഞ്ചി മുന്നോട്ട് പോവാണ്. അപ്പം ആ രീതിയിൽ നമുക്ക് വഞ്ചി എത്തിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ തുടക്കത്തിൽ കുറച്ച് പാടുണ്ട്. അപ്പൊ അങ്ങനെ നമുക്ക് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാല് അവിടെ ഇവിടെ എല്ലാം കുറെ വഞ്ചികള് പോകുന്നുണ്ട്. ആക്ച്വലി ഇവര് ടൈം പറഞ്ഞേക്കുന്ന 20 minutes ആണ് ഇവര് ടൈം പറയുന്നത്. അപ്പോൾ 20 minutes നമുക്ക് ഈ ലേക്ക് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും വട്ടം കറങ്ങി വരാൻ വേണ്ടിയിട്ടുള്ള ഫുൾ ടൈം ആണ് അവർ ഈ 20 minutes പറയുന്നത്. അപ്പൊ ടൈം കഴിയുമ്പോഴത്തേക്ക് അവിടുന്ന് വിസിലടിക്കും, നമ്മൾ തിരിച്ചു പോകണം. ഇപ്പം അങ്ങോട്ട് പോകാൻ നോക്കുമ്പോഴത്തേക്ക് അവിടെ കുറെ ചെറിയ ചെറിയ ലില്ലിപ്പൂക്കളാണെന്ന് തോന്നുന്നു അവിടെ വെള്ളത്തില് ഉണ്ട്. ആ ഭാഗത്തേക്ക് അടുത്ത് വരുമ്പോഴത്തേക്കാണ് നമുക്കത് കുറച്ചുകൂടെ കാണാൻ പറ്റുന്നത്. ഇപ്പം ചുറ്റും നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ തേയിലത്തോട്ടവും കുറെ കാക്കകളൊക്കെ പറന്നു പോകുന്നതും ഒക്കെയാണ് കാണുന്നത്. ഒരു സൈഡിൽ നല്ല ബിൽഡിങ്ങും കാര്യങ്ങളും ഒക്കെയാണ്, മറ്റേ സൈഡിൽ ഈ ഓപ്പോസിറ്റ് സൈഡിൽ വരുമ്പോഴത്തേക്കാണ് കുറെ തേയിലത്തോട്ടങ്ങളും പച്ചപ്പും ഒക്കെ കാണുന്നത്. അപ്പൊ അതിന്റെ കൂടെ ഈ ഒരു തണുത്ത കാറ്റും കുളിർ കാറ്റൊക്കെ വരുമ്പോഴത്തേക്ക് നല്ല സുഖമുണ്ട്. എൻട്രി ഫീസ് നമുക്ക് ഇവിടേക്ക് എൻട്രി വരുന്നത് 10 രൂപയാണ്. പെർ ഹെഡ് 10 രൂപ വരുന്നുണ്ട്. ഈ ബോട്ടിങ്ങിലേക്ക് വരുമ്പോഴത്തേക്ക് നമുക്ക് വേറെ തന്നെ ഫീസാണ്. ബോട്ടിങ്ങിൽ ഒരാൾക്ക് പെർ ഹെഡ് 50 റുപ്പീസാണ് ഫീ വരുന്നത്. അപ്പം ഞങ്ങള് 5 പേരുടെ ടിക്കറ്റാണ്, 5 വയസ്സിന് താഴെയുള്ളവർക്ക് ടിക്കറ്റ് വേണ്ട. അപ്പം ഞങ്ങൾക്ക് 5 പേരുടെ ടിക്കറ്റ് എടുത്ത് ഞങ്ങള് ഒരു ബോട്ടിൽ അങ്ങ് കയറി. പിന്നെ നമുക്ക് ഗൈഡ് വേണമെന്നുണ്ടെങ്കിൽ, തുഴഞ്ഞ് തരാനായിട്ട് ആള് വേണമെന്നുണ്ടെങ്കിൽ അത് ഒരു 50 റുപ്പീസ് കൊടുത്തു കഴിഞ്ഞാൽ അവര് വേറെ ആളെ അറേഞ്ച് ചെയ്താൽ നമുക്ക് നമുക്ക് വെറുതെ ഇരുന്നാൽ മതി, അവര് തുഴഞ്ഞു തരാം. നല്ല രസമുണ്ട്. ഇത് നമുക്ക് ഇവിടെ പല പല സിനിമകളും ഷൂട്ട് ചെയ്തിട്ടുള്ള ഒരു ലൊക്കേഷനാണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ നല്ല രീതിയിൽ ബോട്ടിങ് എൻജോയ് ചെയ്യാം. അതേപോലെ തന്നെ ഈ ബോട്ടിങ് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് അവിടെ ഈ റിവർ ക്രോസ് ചെയ്യാൻ പറ്റുന്ന, ഈ ലേക്ക് ക്രോസ് ചെയ്യാൻ പറ്റുന്ന ചെറിയ പാലമുണ്ട്. അത് ക്രോസ് ചെയ്ത് അപ്പുറത്ത് എത്തുമ്പോഴത്തേക്ക് നമുക്കൊരു ചെറിയ വീടുണ്ട്, ഒരു പച്ച പെയിന്റ് ഒക്കെ അടിച്ചിട്ടുള്ള ഒരു ചെറിയ വീടുണ്ട്. അപ്പൊ അവിടെ അതിന്റെ ഫ്രണ്ടിൽ ഇരുന്നിട്ട് ഈ ലേക്ക് വ്യൂവും അതേപോലെ തന്നെ ഈ തേയിലത്തോട്ടത്തിന്റെ വ്യൂവും ഒക്കെ കിട്ടുന്ന രീതിയിൽ നമുക്ക് ഫോട്ടോസ് ഒക്കെ നല്ല പോലെ എടുക്കാൻ പറ്റും അങ്ങോട്ട് പോകുമ്പോഴത്തേക്കും. ഇത് ചേട്ടായി നിന്ന് കറങ്ങുന്നുണ്ടല്ലോ. കടലിനക്കരെ പോണോരെ കാണാപ്പൊന്നിന് പോണോരെ പോയി വരും. നമുക്ക് അത്യാവശ്യം ഏകദേശം ഒരു റിട്ടേൺ ജേർണിയാണ് നമ്മുടെ ബോട്ടിന്റെ. നല്ല രസമുണ്ട് കേട്ടോ. നമ്മളിപ്പം വേറെ ആരെങ്കിലും തുഴയാനായിട്ട് ഏൽപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ കാര്യം 50 രൂപയുടെ കേസ് ഉള്ളെങ്കിലും നമ്മൾ തന്നെ തുഴഞ്ഞ് മുന്നോട്ട് പോകുന്നതിന്റെ സുഖം അതൊന്നും വേറെ തന്നെയാണ്. കുറച്ച് ബലമുണ്ട് കേട്ടോ. നമ്മുടെ ഈ വെള്ളം തള്ളി നീക്കുന്നതിന്റെയും ഈ പറയുന്ന പങ്കായത്തിന്റെയും വെയിറ്റും കൂടെ വരുമ്പോഴത്തേക്കും അത്യാവശ്യം നല്ല ഡിഫിക്കൽട്ടി ആണ് നീങ്ങാനായിട്ട്. പിന്നെ നമുക്ക് ഒരു ടെക്നിക്ക് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊന്ന് റൊട്ടേറ്റ് ചെയ്ത് അല്ലെങ്കിൽ ഡയറക്ഷൻ തിരിഞ്ഞു പോകുകയാണെന്ന് തോന്നി കഴിഞ്ഞു കഴിഞ്ഞാല് നമ്മള് നേരെ ഒന്ന് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ പോകേണ്ടതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ നമ്മളൊന്ന് തുഴഞ്ഞു കൊടുക്കുക. ഇതിന്റെ കാറ്റിന്റെ ഡയറക്ഷൻ ഏതാണ്ട് ഒരു പ്രത്യേക രീതിയിലാണ് തോന്നി. ഇപ്പൊ നമ്മള് ഉദ്ദേശിക്കുന്ന പോലെ അത് അങ്ങോട്ടങ്ങ് മുന്നോട്ട് പോണില്ല. ഏകദേശം നമുക്ക് വേണ്ട ഡയറക്ഷൻ കിട്ടി കഴിഞ്ഞു കഴിഞ്ഞാൽ പയ്യെ നമുക്ക് മുന്നോട്ട് തന്നെ നീങ്ങാം. അങ്ങനെ നല്ല അടിപൊളി തേയിലത്തോട്ടാണ് നമ്മളിപ്പോ നേരെ നോക്കുമ്പോഴത്തേക്കും കാണുന്നത്. തേയിലത്തോട്ടവും അത്യാവശ്യം ആഴമുള്ള വെള്ളമാണിത്. അപ്പം 10 അടി താഴ്ചയുള്ള ലേക്കാണിത്.
സേഫ് ആയിട്ട് നമുക്ക് എല്ലാവർക്കും ലൈഫ് ജാക്കറ്റ് ഒക്കെ ഇട്ടിട്ട് ക്ലിപ്പ് ചെയ്തിട്ടാണ് എല്ലാവരും ഇവിടെ. ഈവൻ കുഞ്ഞു പിള്ളേർക്ക് അവർക്ക് പറ്റിയ രീതിയിലുള്ള ജാക്കറ്റും ഇവർക്ക് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പം രണ്ടുപേരും തുഴയുമ്പോഴത്തേക്കും ഒരേ ടൈമിലാണ് പങ്കാളി എടുക്കുന്നുണ്ടെങ്കിൽ ആ ഒരു ഡയറക്ഷനിൽ തന്നെ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ തന്നെ അങ്ങ് പൊക്കും. ഇപ്പം ഏകദേശം നമ്മുടെ ബോട്ട് നേരെ നമുക്ക് വേണ്ട ഡയറക്ഷൻ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് വീണ്ടും ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ആടിയും തിരിഞ്ഞും നിൽക്കുന്നുണ്ട്. ഇപ്പം ആക്ച്വലി അവിടെ വരെ നമ്മുടെ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ എത്തിയിട്ടില്ല, കുറച്ചുകൂടെ ഉള്ളു. അങ്ങനെ നമ്മൾ ബോട്ടിൽ നിന്ന് ഇറങ്ങി 20 മിനിറ്റ് ഒന്നും അല്ല, അതിൽ കൂടുതൽ ടൈം നമ്മൾ ഇപ്പം ഏകദേശം കറങ്ങി എത്തിയിട്ടുണ്ട്. കാരണം നമ്മൾ ലാൻഡ് ചെയ്യാൻ നേരത്തെ അങ്ങോട്ടും ഇങ്ങോട്ടും ബോട്ട് കറങ്ങിപ്പോവും. അപ്പോൾ നമ്മൾ പ്രോപ്പറായിട്ട് നമ്മൾ എക്സ്പേർട്സ് അല്ലല്ലോ. അപ്പം അങ്ങനെ എന്തൊക്കെയാണല്ലോ നമ്മൾ ഉദ്ദേശിച്ച വഴി കൂടെ ഒന്നല്ല, എന്നൊക്കെയാണല്ലോ കറങ്ങി തിരിച്ച് ഇവിടെ തന്നെ എത്തിയിട്ടുണ്ട്. അപ്പോൾ നല്ല അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു, സൂപ്പർ ആയിരുന്നു. ഇതിപ്പം ചെറിയ വെയിൽ, ഇപ്പോൾ സൺസ് താഴേക്ക് ഇറങ്ങി വരുന്ന ഒരു സമയമാണ്. ഇപ്പോൾ ഒരു 5 മണിയായിട്ടുണ്ട്. അങ്ങനെ നല്ല ഏകദേശം കുഴപ്പമില്ലാത്ത ഒരു ക്ലൈമറ്റ്, നമുക്ക് അങ്ങനെ മഴയോ അങ്ങനെ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് അത്യാവശ്യം എൻജോയ് ചെയ്ത് തന്നെ പോകാൻ പറ്റി. നല്ല കിടിലൻ. നമ്മൾ ബോട്ടിങ്ങിന്റെ തൊട്ടിപ്പുറത്ത് തന്നെയായിട്ട് ബോട്ടിങ് സ്റ്റാർട്ട് ചെയ്യുന്നതിന്റെ ആ ലേക്കിന്റെ ക്രോസ് ചെയ്ത് ഇവിടെ ഒരു ചെറിയ പാലമുണ്ട്. അപ്പോൾ ഈ പാലത്തിന്റെ ക്രോസ് ചെയ്ത് കഴിഞ്ഞ് അങ്ങോട്ട് എത്തുമ്പോഴത്തേക്കും അവിടെ ഒരു കൊച്ചു വീടുണ്ട്. നമുക്ക് നല്ല അടിപൊളി ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാൻ പറ്റുന്ന ഒരു കിടിലൻ സ്പോട്ടാണ് ഇത് കേട്ടോ. ഇത് ഈ ലേക്കിന്റെ ക്രോസ് ചെയ്ത് ഒരു കുഞ്ഞു പാലവും ക്രോസ് ചെയ്തെത്തുന്ന ആ ഒരു വീടും അവിടെ ഇരുന്ന് ഒരു ചൂണ്ടയൊക്കെ ഇട്ട് 2 മീനെയും കൂടെ പിടിച്ചു കഴിയുമ്പോഴത്തേക്ക് ഭയങ്കര രസമായിരിക്കും. നല്ല തിരക്കേറിയ ജീവിതത്തിന്റെ ഇടയ്ക്ക് നമുക്ക് കുറച്ച് ടൈം നമുക്കായിട്ട് തന്നെ സ്പെൻഡ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് തന്നെ ഒരു നല്ല റിലാക്സേഷൻ ആയിരിക്കും അല്ലെ. അപ്പം എങ്ങനെ എൻജോയ് ചെയ്യാനും പറ്റിയ നല്ലൊരു സ്പോട്ടാണ് ഈ പറയുന്ന വാഗമണിലെ ലേക്ക് വ്യൂ ബോട്ടിംഗ് ഏരിയ. അപ്പം ഇവിടെയും നല്ല ഒരു കൂളായിട്ടുള്ള ഒരു കാറ്റും തണുത്ത കാറ്റും ചെറിയ ഒരു പച്ചപ്പിന്റെ ഏരിയയിൽ നമ്മളിങ്ങനെ കുഞ്ഞു പാലം ക്രോസ് ചെയ്ത് നടക്കുന്നത് നല്ല രസമുണ്ട്. അപ്പം ഇഷ്ടംമാതിരി സിനിമാസ് ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് സിനിമ ഷൂട്ടിംഗ് ലൊക്കേഷൻ അങ്ങനെ മറ്റോ ആണ് ഇതിനെ വിളിക്കുന്നത്. നമ്മൾ ആ കൊച്ചു പാലം ക്രോസ് ചെയ്ത് ആ പറഞ്ഞ വീടിന്റെ ഫ്രണ്ടിൽ എത്തിയിരിക്കുകയാണ്. നല്ല ക്യൂട്ടായിട്ടുണ്ട് കേട്ടോ ഈ വീട്. പച്ചപ്പിന്റെ ചെറിയ തേയിലത്തോട്ടത്തിന്റെ ഫ്രണ്ടില് നടുവിലായിട്ട് ഒരു കൊച്ചു വീടും അതിന്റെ മുന്നിൽ ഈ ലേക്കും പാലവും ഒക്കെ കൂടി ആയിട്ട് നല്ല ഒരു പ്രകൃതി രമണീയമായിട്ടുള്ള ഒരു ഏരിയ ആണ് കേട്ടോ ഇത്. വീഡിയോസും ഒക്കെ എടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സ്പോട്ടാണ് കേട്ടോ. ഇവിടെ ഒരു പണ്ടത്തെ ഒരു സ്റ്റൈലിലുള്ള ഒരു തറ കെട്ടിയിട്ടും വീടിന്റെ ആ ഒരു മേൾഭാഗവും ഭിത്തിയൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഒരു പണ്ടത്തെ സ്റ്റൈലാണ്. അപ്പം ആ ഒരു തനിമ നിലനിർത്തിക്കൊണ്ട് ഇവരിവിടെ ഈ വീട് മെയിൻറ്റെയിൻ ചെയ്ത് ഈ ലേക്കിന്റെ തീരത്തായിട്ട് ഈ ഒരു വീടും ഇതിങ്ങനെ സെറ്റ് ചെയ്തേക്കുന്നത് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാനായിട്ട് പറ്റിയ ഒരു അറ്റ്മോസ്ഫിയറാണ്. നല്ല രസമുണ്ട്. വെയിൽ ചെറുതായിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന ഒരു ചൂടില്ല. പക്ഷെ ഇപ്പൊ ആ പാലം ക്രോസ് ചെയ്ത് വന്നപ്പോൾ ചെറിയ വെയിൽ കണ്ണിലേക്ക് അടിക്കുന്നുണ്ടായിരുന്നു. ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്കും ഒരു തണുത്ത കാറ്റും ഷെയ്ഡും വീടിന്റെ ഷെയ്ഡും മരത്തിന്റെ ഷെയ്ഡും ഒക്കെ കൂടെ വന്നപ്പോഴത്തേക്കും നല്ല ഭംഗിയുണ്ട്. വീടിന്റെ സൈഡിൽ കൂടെ തേയിലത്തോട്ടത്തിലേക്ക് ഒരു ഷോർട്ട് വഴിയുണ്ട് കേട്ടോ. അതിന്റെ 2 സൈഡിലും പച്ചപ്പൊക്കെ ആയിട്ട് നടുക്ക് ഒരു ചെറിയ കുഞ്ഞു പാതയായിട്ടാണ് ഈ ഭാഗത്ത് കാണാൻ പറ്റുന്നത്. അപ്പൊ ഇങ്ങോട്ട് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാല് അവിടെ കുറെ തേയിലത്തോട്ടവും നല്ല ഒരു ഈ ഒരു ടൈമിൽ ഇങ്ങോട്ട് വരുന്നത് ഭയങ്കര രസമുണ്ട് കേട്ടോ. നടുക്കൊരു കുറ്റി മരവും ഉണ്ട്. അപ്പൊ അങ്ങനെ നല്ല രസമുണ്ട്. ഇവിടെ ഇങ്ങോട്ടുള്ള ഒരു നീലാകാശവും പച്ചപ്പിന്റെ മെത്ത വിരിച്ച പോലത്തെ ഒരു മൊട്ടക്കുന്നും നല്ല ഒരു ഭംഗിയേറിയ ഒരു അറ്റ്മോസ്ഫിയർ ആണ് ഇവിടെ. ഫോട്ടോസിനും വീഡിയോസിനും ഒക്കെ പറ്റിയ ലൊക്കേഷനാണ്. വാഗമൺ ടീ ലേക്കിലെ ബോട്ടിങ്ങും അതിന്റെ ഓപ്പോസിറ്റ് റിവർ ഈ ലേക്ക് ക്രോസ് ചെയ്തിട്ട് അപ്പുറത്തുള്ള ചെറിയ ഹട്ടിന്റെ ചുറ്റുമുള്ള കുറച്ച് ഫോട്ടോഗ്രാഫും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ 2 ദിവസത്തെ വാഗമൺ ട്രിപ്പ് ഇവിടെ അവസാനിക്കുകയാണ്. അപ്പൊ ഇതേപോലെ നല്ല അടിപൊളി ലൊക്കേഷൻസുമായിട്ട് വീണ്ടും കാണുന്നവിടെ വരെ ഡോക്ടർ അനാസ് യാത്ര ഡയറീസ് സൈനിങ് ഓഫ്. ബൈ ബൈ.